പാകിസ്ഥാന്റെ പ്രകോപനത്തെ തുടർന്ന് പഞ്ചാബിൽ നിന്നും ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികളാണ് എന്നോടൊപ്പമുള്ളത്. അവരെന്താണ് അവിടെ നിന്ന് പോരാനുണ്ടായ ഒരു സാഹചര്യം, ആ നിലവിൽ പഞ്ചാബിലത്തെ സാഹചര്യം എന്താണ് നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം. എന്താ പേരെന്താ? ഗൂഗിള. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പം നമ്മളെല്ലാവരും ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരാണ്. എല്ലാവരും പല പല സ്ഥലത്തായി ഫഗ്വാഡ, ജലന്ധർ അങ്ങനെ നിൽക്കുന്നവരാണ്. അപ്പം നമ്മളവിടെ ഹോസ്റ്റലിലെ മിക്കവരുമാണ്. അവിടെ മിസൈൽ വന്ന് ഈ ഇൻ്റർസെപ്റ്റർ പോകുന്ന എല്ലാവരും കണ്ടു, വീഡിയോ എടുത്തു. അങ്ങനെ പിന്നെ കുറേ ഫേക്ക് ന്യൂസായി, നല്ല പാനിക്കായി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എങ്ങനെയെങ്കിലും ഡൽഹി എത്തണം എന്ന് വിചാരിച്ച് വന്നത്. ഇപ്പം എല്ലാവരും ഒരേ സമയത്ത് ഇങ്ങനെ ട്രെയിൻ പിടിച്ച് പോകുന്ന നോക്കിയ കാരണം എല്ലാവർക്കും ട്രാവലൊക്കെ കോളായി. ചിലവരെ ഹോസ്റ്റലിൽ നിന്ന് വെടിവിടുന്നില്ല. അങ്ങനെ പല പല പ്രശ്നമുണ്ട്. എങ്ങനെയും നമ്മൾ കുറച്ച് പേര് ഭാഗത്തിന് 24 പേര് ടെമ്പോ ട്രാവലർ പിടിച്ച് വന്നു. നാട്ടിലേക്ക് ഇന്ന് കുറച്ച് പേർക്ക് ഫ്ലൈറ്റ് കിട്ടി, നാളെ കുറച്ച് പേര് പോകുന്നുണ്ട്. പിന്നെ ചില ഫ്രണ്ട്സ് ഇപ്പോഴേ ജനറലിലൊക്കെ കയറി പോയവരുണ്ട്, നിവർത്തിയിലുണ്ട്. അപ്പം അങ്ങനെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? നിലവിൽ നിങ്ങൾ സർവകലാശാലയോട് ചോദിച്ചിട്ടാണോ പോകുന്നത്, അതോ നിങ്ങൾ സ്വയം പോകുന്നതാണോ? ഒരു പേടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണോ? ഞങ്ങൾക്ക് ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ യുദ്ധരൂക്ഷമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ആകാശത്തൂടെ ഫുള്ള് മിസൈൽ, ഡ്രോൺ അതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുറേ ടെൻസ്ഡായി. പിന്നെ കോളേജ് പറഞ്ഞു എക്സാമൊക്കെ നിർത്തിവെച്ചു. പിന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി 3 ദിവസത്തേക്ക് ലീവ് പറഞ്ഞു. അപ്പോൾ കോളേജ് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ പോവാം, പ്രശ്നമല്ല, എക്സാമൊക്കെ പിന്നെ ഓൺലൈനായിട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ തന്നു. പിന്നെ വരുന്ന വഴിക്ക് പട്ടിക എടുത്തു. കാരണം അങ്ങനെ വെറുതെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ മലയാളി അസോസിയേഷൻ നല്ലോണം ഹെൽപ്പ് ചെയ്തു. കാരണം എല്ലാവരെയും ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ കുറേ സെല്ലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ മലയാളീസും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. കുറേ ആൾ ട്രെയിൻ വഴിയും ഫ്ലൈറ്റ് വഴിയും അങ്ങനെയൊക്കെ. ടിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷേ മലയാളി അസോസിയേഷൻ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആളുകളൊക്കെ എന്താ പറയുന്നത് ഈ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട്? ഞങ്ങൾ ഇന്നലെ രാവിലെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങളൊരു PG സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ താഴത്തെ നിലയിൽ ഓണറാണ് നിൽക്കുന്നത്. അവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അവർ ആദ്യം വിചാരിച്ചത് ഞങ്ങൾ മാത്രമാണ് പോകുന്നത്. പിന്നെ അവിടെ കുറേ ചുറ്റും മലയാളി പിള്ളേരുണ്ട്, അവരൊക്കെ പോകുന്നുണ്ടായിരുന്നു വെക്കേറ്റ് ചെയ്ത്. അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഞങ്ങൾ റൂം ഫുൾ വെക്കേറ്റ് ചെയ്തല്ല വന്നത്, അത്യാവശ്യ സാധനങ്ങൾ എടുത്തിട്ടാണ് വന്നത്. ബാക്കി സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവരൊക്കെ അവരുടെ വെഹിക്കിൾസൊക്കെ അവിടെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി സിറ്റുവേഷൻ ബാക്കി എന്താണെന്ന് അറിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നതിൻ്റെ കാര്യമൊക്കെ വരുന്നത്. പരീക്ഷ ഇപ്പോൾ നമുക്ക് തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവിടെ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നവർക്ക് 3 ദിവസം അവധിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രശ്നം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവരുടെ എക്സാം ഓഫ്ലൈനായിട്ട് തന്നെ നടക്കും. പ്രശ്നം വരികയാണെങ്കിൽ അവർക്കും ഇപ്പോൾ എന്തായാലും പ്രശ്നം ആണെന്ന് അറിയുന്നത് അവിടെ. അപ്പോൾ അവരും തിരിച്ചു പോയിട്ടുണ്ടാവും. ഞങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ ബാക്കി ഗവൺമെൻറ്റിൻ്റെ ബാക്കി ഫർദർ ഇൻഫർമേഷൻ അനുസരിച്ച് നടത്തുമെന്നാണ് പറഞ്ഞത്. ഓൺലൈനിൽ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ തിരിച്ച് പോകാൻ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല, ഇവിടെയുള്ള കുറേ കുട്ടികൾ ഇന്ന് തന്നെ ഫ്ലൈറ്റ് ബുക്കായിട്ടുണ്ട്, അവർ പോകും. ഞങ്ങൾ നാളെ പോകും. നാളെ വരെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അവിടെ കുറേയൊക്കെ ഫേക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഫേക്ക് ന്യൂസാണ് മീഡിയാസിലൊക്കെ കാണിക്കുന്ന. കുറേ ഫേക്ക് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇമോഷണലാക്കിയിട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സീരിയസ് ആയി തുടങ്ങി. കാരണം ഡ്രോൺസൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്നലെ രാത്രി കുറേ ഡ്രോൺസും ഒക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വന്നായിരുന്നു. ഫുൾ സൈറൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന ദിവസത്തിൻ്റെ തലേദിവസം മുതൽ രാത്രി മുഴുവൻ ബ്ലാക്ക് ഔട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും വരാമെന്ന് വിചാരിച്ച് വന്നു. പിന്നെ നോക്കുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ അല്ല. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റാണുള്ളത്. ഫ്ലൈറ്റ് ടിക്കറ്റാണെങ്കിൽ ഭയങ്കര കൂടുതൽ പ്രൈസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 15,000 ആ ഒരു റേഞ്ചിൽ, 10,000 15,000 ഇങ്ങനെ ഡിമാൻഡ് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ട്രാവലർ വിളിച്ചു, ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ റൂമുണ്ടെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഇവിടെ എത്തിയത്. നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നാട്ടിലെത്തണം എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ. നാട്ടിലെത്തി ഓൺലൈൻ മോഡാക്കുന്നതാണ് കോളേജുകാർ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ സാഹചര്യം പൂർണ്ണമായി പഴയ രീതിയിലേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്നുള്ളൊരിതാണ്. എന്നാലും നമ്മുടെ വീട്ടുകാരൊക്കെ നല്ല പേടിച്ചാണ് ഇരിക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതാണ്, നമുക്ക് അറിയില്ല ഇനി എല്ലാം നടക്കുന്ന പോലെ. ജമ്മുവിൽ മുന്നേ തന്നെ പോകാൻ പറഞ്ഞായിരുന്നു കോളേജിൽ നിന്ന്. ജമ്മുവിലുള്ളവരൊക്കെ അവർക്ക് വേണമെങ്കിൽ മുന്നേ തന്നെ പോകാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം ഞങ്ങളോട് പോകാൻ പറഞ്ഞത്. അവിടെ
അവരൊക്കെ ഭയങ്കര പാനിക്കാണ്, അത്ര തന്നെ. പിന്നെ ആണെങ്കിൽ ജലന്ധറൊക്കെ ആണെങ്കിൽ തന്നെ ഡിമാർട്ടും അങ്ങനെയുള്ള എല്ലാ മാർട്ടിലും ഭയങ്കര തിരക്കാണ്. കാരണം നാട്ടുകാരൊക്കെ തന്നെ സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷ നടക്കുന്ന സമയത്താണ് ഇത്തരമൊരു ആക്രമണ ശ്രമങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അവർ അവിടെ നിന്നിപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഉടൻ സർവകലാശാലയിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.